ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ പ്ലഷർ വണ്ടി. ക്ലച്ചിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്കായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നിലവിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇടയ്ക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗം നമ്മൾ വർക്ക് ചെയ്തു പോയിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞപ്പോൾ വണ്ടി കയറ്റി ചെക്ക് ചെയ്തു. നിലവിൽ ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലം അല്ല. അത് ക്ലച്ചിൻ്റെ സൈഡിൽ ഓയിൽ സീലോ കാര്യങ്ങളോ ഡാമേജ് ഇല്ല. കംപ്ലയിൻറ്റ് വന്നതാണെന്ന് പറഞ്ഞാൽ ഈ ഷോക്ക് അബ്സറുണ്ട്, ബാക്കിലത്തെ ഷോക്ക് അബ്സറുണ്ടോ ഓയിൽ ലീക്കായിട്ട് അവിടെ നിന്ന് തന്നെ ഉണ്ടോ. ബാക്ക് ഷോക്ക് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്, അതിൻ്റെ ഓയിൽ ലീക്കാണ് പുറത്തേക്ക് വന്നത് കേട്ടോ. ബാക്ക് ഷോക്ക് ലീക്കായിട്ട് ആ ഓയിൽ താഴേക്ക് വന്നതാണ്. പിന്നെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു, അതിനകത്ത് വെള്ളത്തിൻ്റെ പ്രസൻസ് ഉണ്ട്. അതായത് വെള്ളം ഉള്ളതുകൊണ്ടാണ് ഈ കളറിലേക്ക് അയക്കണം. അപ്പോൾ ആ ഓയിൽ ഗിയർ ഓയിലൊന്ന് മാറ്റിയിടുന്നുണ്ട്. ഈ ഭാഗത്തും ചെറിയ ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഗിയർ ബോക്സിൻ്റെ ഈ സൈഡിൽ ലീക്ക് വന്നത് ഗിയർ ബോക്സിൻ്റെ ഓയിൽ കംപ്ലയിൻറ്റ് വന്നിട്ട് ആ ഓയിൽ സീൽ കംപ്ലയിൻറ്റ് വന്നിട്ട് ആ ഓയിലാണ് ഈ വന്നത് കേട്ടോ. നിലവിൽ അതൊന്നും നമ്മളിപ്പോൾ ഒന്നും ചെയ്യണില്ല. ഗിയർ ബോക്സിൻ്റെ ഓയിൽ മാത്രം മാറണുള്ളൂ. കാരണം ബാക്കിലത്തെ ഷോക്ക് അബ്സർ മാറ്റിയാലാണ് ആ ലീക്കിൻ്റെ കേസ് സോൾവ് ആവുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇവിടെ നിന്ന് ഓയിൽ ഒലിച്ചിട്ട് നേരെ താഴേക്ക് ഇറങ്ങണതാണ്. ബാക്ക് സൈഡൊക്കെ നല്ല തെറിപ്പായിരിക്കും, ചെറിയ കട്ടറി ചാടിയാൽ പോലും നല്ല രീതിയിൽ തെറിക്കുന്നുണ്ടാവും. അത് നിലവിൽ പ്രോബ്ലം ഷോക്ക് അബ്സർ, ബാക്കിലത്തെ ഷോക്ക് അബ്സർ മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഗിയറിൻ്റെ ഓയിൽ മാത്രം മാറ്റി നമ്മൾ റീസെറ്റ് ആക്കുന്നുണ്ട്. ഈ ഓയിൽ സീലിൻ്റെ കേസ് നമ്മൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. അത് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് അഴിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ വർക്ക് മാക്സിമം കുറഞ്ഞ രീതിയിൽ ഏറ്റവും ചിലവ് ചുരുക്കിയുള്ള രീതിയിലാണ് സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം വർക്ക് ചെയ്തതാണ് കേട്ടോ. അതും ഈ ഭാഗമായിട്ടൊന്നും ബന്ധമില്ല. ഷോക്ക് അബ്സറും ലീക്കാണ് ഇപ്പോൾ കാണിച്ചാണത്, എഞ്ചിൻ്റെ ഭാഗത്തല്ല ലീക്ക്. എഞ്ചിൻ്റെ സൈഡിൽ ആദ്യം ലീക്ക് ഉണ്ടായിരുന്ന ഭാഗത്തൊക്കെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ക്ലിയർ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. ഈ ചാടുന്ന ഓയിൽ ഷോക്ക് അബ്സറിൽ നിന്ന് വന്നിട്ടാണ്. ഇതിൻ്റെ ഉള്ളിലേ ലീക്കില്ല, ഉൾഭാഗത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടാലോ. ഈ ഷോക്ക് അബ്സർ എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞോട്ടെ. ഏകദേശം നമുക്ക് 1000 അടുത്ത് ചിലവ് തന്നെ കേസാണ് ഷോക്ക് അബ്സറിൻ്റെ. നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.